അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഇന്നത്തെ ഒരു ദിവസം നമുക്ക് പൂർണ്ണ ഈമാനോടെയും ആഫിയത്തോടെയും കൂടെ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച മഹത്തായ അനുഗ്രഹമാണ്. 2021 ഫെബ്രുവരി 18 എന്നുള്ള ഈ അതിമഹത്തായ ഒരു അനുഗ്രഹമാണ്. ഈ ദിവസത്തെക്കുറിച്ച് അള്ളാഹു തീർച്ചയായും നാളെ പരലോകത്ത് നമ്മോട് ചോദ്യം ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെക്കുറിച്ച് ഒരു സ്വയം വിചാരണ നടത്തുന്നത് എന്തുകൊണ്ടും നമുക്ക് ഗുണപ്രദമായിരിക്കും. ഇന്ന് നാം നിർവഹിച്ചിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഷാൻ ഡോക്ടറുടെ രോഗം എത്രയും പെട്ടെന്ന് ഷിഫയാവുകയും നമ്മോടൊപ്പം വന്നു ചേരാനുള്ള മഹത്തായ തൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ഈ ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഉപ്പയാണ്. ആ ഉപ്പാക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും കൂടുതൽ വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. ആമീൻ. ഇന്ന് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള 5 വക്ത് ജമാഅത്ത് നമസ്കാരം, റവാത്തിബ് സുന്നത്തുകൾ, തഹജ്ജുദ് നമസ്കാരം, ളുഹാ നമസ്കാരം, മറ്റ് സുന്നത്ത് നമസ്കാരങ്ങൾ എന്നിവ കൃത്യമായി നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്ന് അസ്മാഉൽ ഹുസ്ന വെച്ചുള്ള പ്രാർത്ഥനകൾ, ഖുർആനിലെ പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ രാവിലത്തെയും വൈകുന്നേരത്തെയും അദ്കാറുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്തുകൾ, 100ഓളം ഇസ്തിഗ്ഫാർ ഇന്ന് നമുക്ക് കൃത്യമായി നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനുമായുള്ള ഇന്നത്തെ നമ്മുടെ ബന്ധം എങ്ങനെയായിരുന്നു? ഖുർആനിൽ നിന്ന് അല്പമെങ്കിലും പാരായണം ചെയ്യാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും എല്ലാമുള്ള ഒരു അവസരം ഇന്ന് നമുക്ക് ലഭിച്ചോ? നാം ഒരു ആത്മവിചിന്തനം നടത്തുക. അതുപോലെ തന്നെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലുമുള്ള നബിചര്യകൾ, പ്രാർത്ഥനകൾ, രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ, ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തുടങ്ങി രാത്രി ബെഡിലേക്ക് ഉറങ്ങാൻ പ്രവേശിക്കുന്നത് വരെയുള്ള നബിചര്യകളും പ്രാർത്ഥനകളും കൃത്യമായി നിർവഹിക്കാൻ ഇന്ന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹു ഖുർആനിലൂടെ പ്രകൃതിയിലെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അങ്ങനെ അള്ളാഹുവിനെ കണ്ടെത്താനുമായിട്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പ്രകൃതിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ സമയം നമുക്ക് ലഭിക്കാറുണ്ടോ? സൂറത്ത് മുൽക്കിൽ നമുക്ക് കാണാൻ സാധിക്കും ധാരാളം പ്രകൃതി ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നുള്ള ചില ചോദ്യങ്ങളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ആപത്ത് അല്ലെങ്കിൽ അപകടം സംഭവിക്കുമ്പോൾ നമ്മോട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാനാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഇസ്തിർജാ ചെയ്യുക എന്നാണ് പറയുന്നത്. ഞങ്ങൾ അള്ളാഹുവിൽ നിന്നാണ്, അവങ്കിലേക്ക് തന്നെയാണ് ഞങ്ങളുടെ മടക്കവും. ഇതുപോലെ ചെറുതും വലുതുമായ എന്തെങ്കിലും പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഈ ഒരു കൽപ്പന നമുക്ക് ഓർമ്മ വരാറുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതല്ല, എന്തെങ്കിലും അപകടങ്ങൾ, വിപത്തുകൾ വരുമ്പോൾ ശപിക്കുകയും നമുക്ക് അതുപോലെയുള്ള ശാപവാക്കുകളോ അല്ലെങ്കിൽ നന്ദികേടിൻ്റെ വാക്കുകളോ ആണോ നമ്മിൽ നിന്ന് വരിക? അതല്ല, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണോ നാം പറയാറുള്ളത്? ഇങ്ങനെ പറയാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക. സൂറത്തുൽ മുൽക്ക് നമുക്കറിയാം, 30 ആയത്തുകളുള്ള ഈ സൂറത്ത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് പരലോകത്ത് വെച്ച് അത് മധ്യസ്ഥനായി വരും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് വാദിച്ചു കൊണ്ടിരിക്കും എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദിവസവും രാത്രി സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ ഈ ഒരു ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ വരാറുണ്ടോ? നാം ഓതുന്ന ഈ സൂറത്ത് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് ശുപാർശകനായി വരും എന്നുള്ള ഒരു ബോധം നമ്മിൽ ഉണ്ടാകാറുണ്ടോ? വിശുദ്ധ ഖുർആൻ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയും. അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നാം ഖുർആൻ പാരായണം ചെയ്യാറുണ്ടോ? സൂറത്ത് മുൽക്കിൽ തന്നെ 1-ാമത്തെ ആയത്ത് നമുക്കറിയാം, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആധിപത്യം ആരുടെ കരങ്ങളിൽ ആണോ അവൻ മഹത്വത്തിൻ്റെ ഉടമയത്രേ. അവൻ എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ്. ഇങ്ങനെ എപ്പോഴും നാം റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു.
എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടമയായ അള്ളാഹുവിന് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ എന്നുള്ളൊരു ബോധം നമ്മിൽ എല്ലായ്പ്പോഴും ഉണ്ടാകേണ്ടതാണ്. നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് ചോദിക്കുമ്പോൾ ഈ ഒരു ആയത്ത് നമുക്ക് ഓർമ്മ വരാറുണ്ടോ? അതായത് എൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു തരാൻ കഴിവുള്ളവനാണ് അള്ളാഹു, അത്രയും മഹത്വം അർഹിക്കുന്നവനാണ് അള്ളാഹു എന്നുള്ള ബോധം നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ടോ? സൂറത്തുൽ മുൽക്കിൽ തന്നെ 2-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മരണവും ജീവിതവും സൃഷ്ടിച്ചവൻ, കർമ്മ നിർവഹണത്തിൽ നിങ്ങളിൽ ഏറ്റവും മികച്ചവൻ ആരെന്ന് പരീക്ഷിക്കാൻ ആണ് അവൻ അത് ചെയ്തിട്ടുള്ളത്. അവൻ അജയ്യനാണ്, ഏറെ മാപ്പ് നൽകുന്നവനുമാകുന്നു. ഈ ഒരു ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഏറ്റവും നന്നായി കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണം എന്ന ഒരു ബോധം അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രാർത്ഥന നമ്മിൽ നിന്ന് ഉണ്ടാകാറുണ്ടോ? എപ്പോഴും നാം അങ്ങനെയായിരിക്കണം. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. അള്ളാഹു ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. മറ്റൊരു ചോദ്യം, സൂറത്ത് മുൽക്കിൽ തന്നെ 3-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും, വീണ്ടും വീണ്ടും നോക്കൂ, നിന്റെ കണ്ണ് തോറ്റ് തളർന്ന് നിന്നിലേക്ക് തന്നെ തിരികെ വരും തീർച്ച. അതായത് ആകാശത്ത് വല്ല വിടവും കാണുന്നുണ്ടോ എന്ന് നോക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ്. ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ന്യൂനത നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? എത്ര തന്നെ നോക്കിയാലും നിനക്ക് കാണാൻ കഴിയില്ല. നിന്റെ കണ്ണ് നിരാശനായി തിരിച്ച് നിന്നിലേക്ക് തന്നെ വരും എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഇതുപോലെ നമുക്ക് ആകാശത്തിലെ കാഴ്ചകൾ അതിമനോഹരമാണ്. നമുക്കറിയാം, പല ദിവസങ്ങളിലും ആകാശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നക്ഷത്രങ്ങളുടെ കാഴ്ചയും എല്ലാം അതിമനോഹരമാണ്. ഇങ്ങനത്തെ കാഴ്ചകൾ കാണുമ്പോൾ ഇങ്ങനെ നമുക്ക് അള്ളാഹുവിനെ, ഇതിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവായ അള്ളാഹുവിനെ ഓർക്കാൻ സാധിക്കുന്നുണ്ടോ? സൂറത്ത് മുൽക്കിൽ തന്നെ 7-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു, നരകത്തെക്കുറിച്ച് പറയുന്നു, അതിലേക്ക് എറിയപ്പെടുമ്പോൾ അതിൻ്റെ ഗർജനം അവർ കേൾക്കുകയും അത് തിളച്ച് മറിയുകയും ആയിരിക്കും, ക്ഷോഭത്തോടെ പൊട്ടിത്തെറിക്കാനാകും. നരകത്തിൻ്റെ ഗർജനവും ക്ഷോഭവും ഹൃദയത്തിൽ സങ്കല്പിച്ചു നോക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതിഭയാനകമായ ഒരു അവസ്ഥയാണ് നരകത്തിലുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഭൂമിയിലെ തീയിൻ്റെ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ സാധ്യമല്ല. അതിനേക്കാൾ 70 ഇരട്ടി ചൂടാണ് നരകത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മനുഷ്യരും കല്ലുകളുമാണ് അതിലെ ഇന്ധനം എന്നും നമുക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഭയാനകരമായ നരകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ? അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. മറ്റൊരു ചോദ്യം, സൂറത്ത് മുൽക്കിൽ 14-ാമത്തെ ആയത്തിൽ പറയുന്നു, സൃഷ്ടിച്ചവൻ അറിയുകയില്ലെന്നോ? അവൻ രഹസ്യങ്ങൾ അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയും ആണ്. അതായത് അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. എത്ര തന്നെ രഹസ്യമായാലും പരസ്യമായാലും അതെല്ലാം അള്ളാഹു നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ഈ ഒരു ആയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനും നമുക്ക് സാധിക്കുന്നുണ്ടോ? വളരെയധികം ഭയപ്പാടുണ്ടാക്കേണ്ട ഒരു ആയത്താണിത്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യാനും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ എത്ര ചെറിയ കർമ്മമായാലും എത്ര വലുതായിരുന്നാലും ശരി, അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. സൂറത്ത് മുൽക്കിൽ തന്നെ 19-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, തങ്ങൾക്കു മീതെ ചിറക് വിടർത്തിയും ഒതുക്കിയും പറക്കുന്ന പക്ഷികളെ അവർ കാണുന്നില്ലേ? അവയെ താങ്ങി നിർത്തുന്നത് ദയാപരനായ ദൈവമല്ലാതെ മറ്റാരുമല്ല. അവൻ എല്ലാ കാര്യങ്ങളും കണ്ടറിയുന്നവൻ തന്നെയാണ് തീർച്ച. ആകാശത്തിൽ പറവകൾ പറക്കുന്നത് കാണുമ്പോൾ അത്ഭുതകരമായ രൂപത്തിൽ അവരുടെ ചലനങ്ങളും എല്ലാം നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. അതെല്ലാം കാണുമ്പോൾ ഈ ഒരു ആയത്തിനെ കുറിച്ച് ഓർക്കുകയും അതിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനും നമുക്ക് കഴിയാറുണ്ടോ? സൂറത്ത് മുൽക്കിൽ തന്നെ അവസാനത്തെ ആയത്ത് 30-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ചോദിക്കുക, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് തെളിനീരുറവ എത്തിക്കുക? ഇതും തന്നെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഒരു ദൃഷ്ടാന്തമാണ്. ഭൂമിയിൽ നിന്ന് നല്ല ശുദ്ധമായ കുടിനീർ അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹു ചോദിക്കുന്നത്, ഈ നീരുറവ വറ്റിയാൽ നിങ്ങൾക്ക് ആരാണ് ഭൂമിയിൽ നിന്ന് അത് കൊണ്ടുവന്ന് തരിക എന്നാണ്. ഒരു ദിവസം നാം രാവിലെ എണീക്കുമ്പോൾ ഒരു തുള്ളി വെള്ളമില്ലാത്ത ഭൂമിയെക്കുറിച്ച് നാം ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ?
അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? എല്ലാറ്റിനും കഴിവുള്ള റബ്ബിനല്ലാതെ ആർക്കാണ് ഇതിനെല്ലാം സാധിക്കുക എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയിലെ ഓരോ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ബുദ്ധിമാനായ സൃഷ്ടാവായ അള്ളാഹുവിനെക്കുറിച്ചും ചിന്തിക്കേണ്ടത് ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യതയാണ്. അതിനാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇതുപോലെയുള്ള ആയത്തുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നാണ്. ഇതിലൂടെ അള്ളാഹുവിനെ കണ്ടെത്താനും യഥാർത്ഥ സത്യവിശ്വാസിയായി ജീവിക്കാനുമാണ് ഓരോ മുസ്ലിമും ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. അള്ളാഹു ഇതുപോലെ അവൻ്റെ എല്ലാ ദൃഷ്ടാന്തങ്ങളിലും വിശ്വസിക്കാനും അങ്ങനെ അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് യഥാർത്ഥ മുസ്ലിമായി കലിമ ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികൾ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم ഇന്നക ഹമീദും മജീദ്. അള്ളാഹുവെ, ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകണമേ. കുറ്റമറ്റ രീതിയിൽ ഇബാദത്ത് നടത്താനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകണമേ. ഹോസ്പിറ്റലിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷാൻ ഡോക്ടറെ എത്രയും പെട്ടെന്ന് രോഗം ഷിഫിയാക്കി ഞങ്ങളിലേക്ക് എത്തിച്ചു തരുമാറാകണമേ റഹ്മാനായ റബ്ബേ. ആമീൻ. അവരുടെ കുടുംബങ്ങൾ, മക്കൾ, മാതാപിതാക്കൾ എല്ലാവർക്കും സുഖവും സൗഖ്യവും ഈമാനിക കരുത്തും നൽകി അനുഗ്രഹിക്കുമാറാകണമേ. ഖുർആനുമായി കൂടുതൽ അടുക്കാനും അങ്ങനെ അള്ളാഹുലേക്ക് അടുക്കാനുമുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനായ റബ്ബേ. വിശുദ്ധ ഖുർആൻ മുഴുവനായി തദബ്ബുർ ചെയ്യാനുള്ള മഹത്തായ തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ആമീൻ 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 യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.